ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും എങ്ങനെ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 800 ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കാണ്. അതിലേക്ക് 20 ചുമന്നുള്ളി ചതച്ചത്, 4 പച്ചമുളക് ചതച്ചത്, അതേപോലെ തന്നെ മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, 6 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില എന്നിവ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം 1 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അരപ്പൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1 മണിക്കൂർ മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ പാത്രം കഴുകിയിട്ട് ഒരല്പ വെള്ളം മാത്രം എടുത്തു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെള്ളം, അതിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. 4-5 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചു. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 15 ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വാടി വരേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വെന്ത ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 25 മിനിറ്റ് വരെ ഇനി നമുക്കൊന്ന് വരട്ടിയെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ് ആവുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ തന്നെയാണ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്